നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സൂചന പോലും കിട്ടിയില്ല. ഇനി ആകെ 1 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും അമ്മയുടെ വിരലടയാളം കണ്ടെത്തണം. നീ കണ്ടില്ലേ, ഞാൻ ഇന്നലെ എനിക്ക് പറ്റാവുന്നിടത്ത് ഒക്കെ തിരഞ്ഞു നോക്കി. ഇവിടെ ഉണ്ടായിരുന്ന സകല ഡോക്യുമെന്റുകളും തെരഞ്ഞു. അതിലെവിടെയും അമ്മയുടെ വിരലടയാളം ഞാൻ കണ്ടില്ല. ഇവിടെ നിന്ന് ആ വിരലടയാളം കണ്ടെത്താൻ നമുക്ക് കഴിയോ? ഈ തെരച്ചിൽ വെറുതെ ആവോ പാർവതി? വിരലടയാളം കണ്ടെത്താൻ നിനക്ക് വേറെന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എന്ത് ഐഡിയ? ഞാൻ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിൽ തെളിയുന്നില്ല. ഏതായാലും ഇനിയും വിരലടയാളം കണ്ടെത്താതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് കിട്ടും. അങ്ങനെ തന്നെയാ എന്റെ മനസ്സും പറയുന്നേ. വാ, നമുക്ക് വേഗം തിരയാം. വാ. നമുക്ക് പോയാലോ? അല്ല, എവിടെ പാർവതി? എന്താ പാർവതി വരുന്നില്ലേ? അവള് കുറച്ച് കഴിഞ്ഞിട്ട് വരും. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാം. നമ്മൾ പോയിട്ട് വേണം അവിടെ ഭൂമി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ. അത് വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ചുപേര് നിപ്പുണ്ട്. പ്രഭാവതിയും വന്നില്ലല്ലോ. അമ്മയും പിന്നീട് വരുമെന്നാ പറഞ്ഞത്. അമ്മയും അങ്കിളും കൂടി വന്നോളും. ആ ശരി, സമയം വൈകുന്നു. നമുക്ക് പോവാം. ദൈവമേ, പ്രതീക്ഷ മുഴുവനും പാഴായി പോയല്ലോ. അമ്മയുടെ വിരലടയാളം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ശേഖരമുത്തശ്ശനാ. അതിന്റെ അടിസ്ഥാനത്തിലാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഈ വീട്ടിലെ സകല സ്ഥലത്തും വിരലടയാളം തിരഞ്ഞു. ഇനി തിരയാൻ ഒരിടം പോലും ബാക്കിയില്ല. ശേഖരമുത്തശ്ശൻ വെറും വാക്ക് പറഞ്ഞതാണോ? മുത്തശ്ശൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാനിവിടെ വന്നിട്ടും അമ്മ എനിക്ക് ദർശനം നൽകിയിട്ടും ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എന്തുകൊണ്ടാ അമ്മയുടെ കൈരേഖകൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല? എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? ഇനി കുറച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ഞങ്ങൾ മടങ്ങും. അതിനുള്ളിൽ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ വിരലടയാളം കിട്ടിയാ നന്നായിരുന്നു. അതെങ്ങനെയും കിട്ടണം. പാർവതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കാം. പാർവതി ഇപ്പൊ എത്തും. വൈകിയാൽ മുഹൂർത്തം തെറ്റും. ഏട്ടാ, പാർവതി ഒന്ന് വിളിച്ചു നോക്ക്.
അല്ലേ? പാർവതി എവിടെ? അവള് വന്നില്ലേ? അല്ല, അപ്പോ അവളിവിടെ എത്തിയില്ലേ? ഞാൻ കരുതിയത് അവള് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാവുന്ന. അവളെന്താ വരാത്തത്? അവള് അമ്മയോടും അങ്കിളിനോടും ഒപ്പം വരാന്നാ പറഞ്ഞത്. അയ്യോ, അല്ല, ഞങ്ങള് കണ്ടില്ല അല്ലേ ചേച്ചി? ആ കണ്ടില്ലല്ലോ. ഷടാ, പാർവതി ഇനി എങ്ങനെ വരും? ഷോ, അവള് വരാതെ എങ്ങനെ വിളക്ക് കൊളുത്തും? അമ്മയങ്കിൾ ഇങ്ങോട്ട് പോകുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആ, എടാ, അവക്ക് വരണോന്നുണ്ടായിരുന്നെങ്കിൽ അവള് നേരത്തെ വരത്തില്ലായിരുന്നോ? ഇനിയിപ്പൊ നീ പോയിട്ട് എപ്പോഴാ അവളെ വിളിച്ചോണ്ട് വരുന്നേ? അവള് വരുമ്പോഴേക്ക് മുഹൂർത്തം കഴിയും. മോനെ, നീ തന്നെ വിളക്ക് കൊളുത്ത്. അതല്ലേ നല്ലത്. ഏയ്, അതൊന്നും ശരിയാവില്ല. പാർവതിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ആർച്ച വേണമെന്ന് അവളല്ലേ പറഞ്ഞത്? അവളുടെ താല്പര്യപ്രകാരമല്ലേ നമ്മള് ഇപ്പൊ ഇവിടെ ഭൂമി പൂജ നടത്തുന്നത്. അപ്പോ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. അവളെ ഒഴിവാക്കിക്കൊണ്ട് പൂജ നടത്തുന്നൊന്നും ശരിയല്ല. ഞാൻ വേഗം പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഞാൻ ഇപ്പൊ വരാച്ച. ആ, ഇപ്പൊ വരാം. പോയിട്ട് വരാം. ചേച്ചി ചേച്ചി, അവൻ പോയാ? ചേച്ചി, ഇവൻ പോയ അവനെ രക്ഷപ്പെടുത്തോ? അവളിപ്പൊ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാവും. ഇവൻ രക്ഷപ്പെടുത്താൻ ചെന്നാലേ അവനും ഭസ്മമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.